അപ്പോൾ ഇന്നലെ ഞാൻ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ നമ്മൾ വിചാരിക്കുന്ന പോലെ ഞാൻ വിചാരിക്കുന്നതിലൊന്നും നല്ല കാര്യങ്ങൾ നടക്കാൻ പോകണം. അപ്പോൾ ഞാനിന്നൊരു ഗൂഗിൾ മീറ്റിംഗ് അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് റെഡി ആയി വന്നതാണ്. പക്ഷേ ആ മീറ്റിംഗ് ഇന്നല്ല, നാളെയാണ്. അപ്പോൾ ഇന്ന് കുട്ടീനെ വേഗം ഉറക്കി കിടത്തി അവളെ അവളുടെ അടുത്ത് വന്ന് എന്താ പറയുക മീറ്റിംഗ് അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നിരുന്നതാണ്. പക്ഷേ അത് നാളെ ആയതുകൊണ്ട് ഞാൻ വിചാരിച്ചെന്നാൽ ഒരു വീഡിയോ എടുത്തേക്കാം. അങ്ങനെ ഇന്നത്തെ വീഡിയോ എടുക്കാൻ നിർത്തി. അപ്പോൾ ഇന്നലെ ഞാൻ സംസാരിച്ചപ്പം എൻ്റെ ഫോൺ വാങ്ങിച്ചു എന്നൊക്കെ പറഞ്ഞു. പക്ഷേ എൻ്റെ ഫോൺ എന്താ പറയുക നിങ്ങളെ കാണിക്കാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ ആരുടെയെങ്കിലും ഫോണിലെടുത്തിട്ട് എനിക്കത് കാണിക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് കാണിക്കാൻ പറ്റാതായത്. പിന്നെ എനിക്ക് എല്ലാം പെട്ടെന്ന് എന്താ പറയുക ബോക്സൊക്കെ അൺബോക്സ് ചെയ്യുമ്പോഴത്തേനും ഞാൻ സാവധാനത്തിൽ വീഡിയോ എടുത്ത് ചെയ്യുന്നൊരു ശീലമില്ല എന്ന് എൻ്റെ നേരത്തെ വീഡിയോ ഉള്ളവർക്കറിയാം. അപ്പം ഇതും അങ്ങനെ തന്നെയാണ്. ഞാൻ കണ്ട സന്തോഷത്തിൽ പെട്ടെന്ന് എല്ലാം തുറന്നു നോക്കിയത് ഫോണിൻ്റെ. പിന്നെ എൻ്റെ മകൾ എന്നെക്കാളും എന്താ പറയുക ഒട്ടും ക്ഷമയില്ലാത്ത കൂട്ടത്തിലായതുകൊണ്ട് തന്നെ അവൾ ആ ഫോണിൻ്റെ ബോക്സൊക്കെ വലിച്ച് പറിച്ച് കീറി അവളത് കളഞ്ഞു. സാധാരണ ഞാൻ ഫോണിൻ്റെ ബോക്സ് മറ്റുള്ളവരുടെ നിന്നൊക്കെ വാങ്ങിച്ച് അത് എന്തെങ്കിലുമൊക്കെ പേപ്പറൊക്കെ ഒട്ടിച്ച് അത് പിന്നെയും ഉപയോഗിക്കാനായിട്ടാണ് സാധാരണ ചെയ്യാറ്. പക്ഷേ എൻ്റെ ഇപ്രാവശ്യം കിട്ടിയത് ഇവൾ കണ്ടതുകൊണ്ട് ഇവളത് മൊത്തം വലിച്ചെറിയി കളഞ്ഞു. ഹൈക്കുട്ടി പണ്ട് തൊട്ടേ എല്ലാം ഇങ്ങനെ സ്റ്റിക്കറൊക്കെയാണ് പറിച്ചെടുക്കുന്ന ഒരു ശീലമുള്ള കൂട്ടത്തിലാണ്. അപ്പോൾ അത് ഇപ്പോഴും അവൾക്ക് അങ്ങനെ തന്നെ ഉണ്ട്. എന്താണേലും അവൾക്ക് ഇങ്ങനെ വലിച്ച് പറിച്ചെടുക്കണം. അങ്ങനെയാണ് വലിച്ച് സ്പോഞ്ച് എടുത്ത് മുക്കി വെച്ചത്. അതുപോലെ അപ്പോൾ അതുകൊണ്ടാണ് ഫോൺ കാണിക്കാൻ പറ്റാഞ്ഞത്. പിന്നെ എൻ്റെ വിശേഷങ്ങളെന്നൊക്കെ പറഞ്ഞാൽ ഹൈക്കുട്ടീനെ ഹയറേനെയും ഹയറമോളെ അംഗൻവാടിയിൽ ഒക്കെ ചേർക്കണം. അപ്പം ഓണം കഴിഞ്ഞിട്ട് അവരെ കൊണ്ട് ചേർക്കാണ്ടുള്ള ഒരു പരിപാടിയിലാണ് ഞാൻ. അതിനി എങ്ങനെയാവുമെന്ന് അറിയത്തില്ല. അവർക്ക് ഇഷ്ടം ഇങ്ങനെ ഞാനിങ്ങനെ പറഞ്ഞു കൊടുക്കും. ടീച്ചർ കഥ പറഞ്ഞു തരും, കൂട്ടുകാരെയൊക്കെ കിട്ടും, നല്ല രസമാണെന്നൊക്കെ പറഞ്ഞ് അവർക്ക് താല്പര്യമുണ്ട് ഇപ്പം. അപ്പോൾ അങ്ങനെ കൊണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് വിചാരിക്കുന്നത്. എന്തായാലും അടുത്ത വർഷം LKG ചേർക്കണം. അപ്പോൾ അതിന് മുന്നേ കുറച്ച് ദിവസം അംഗൻവാടിയിൽ വിടണമല്ലോ. അതുകൊണ്ട് ഇനി അങ്ങനത്തെ ഒരു പ്ലാനുണ്ട്. പിന്നെ എൻ്റെ കാര്യങ്ങളൊന്നും ഞാനിപ്പോൾ പ്ലാൻ ചെയ്യുന്നില്ല. മനസ്സ് വിചാരിച്ചപ്പോൾ നടക്കാത്തതുകൊണ്ട് നിലവിൽ ഞാൻ പ്ലാനൊന്നും ചെയ്തിട്ടില്ല. പിന്നെ കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു കസിൻ വീട്ടിൽ നിന്നപ്പോൾ എന്നോട് പറഞ്ഞു, ഇനിയൊരു കുട്ടിയെപ്പറ്റി പ്ലാൻ ചെയ്യുന്നതിനുണ്ടെങ്കിൽ കുറച്ച് കഴിഞ്ഞിട്ടേ ആവാവുള്ളൂ, കുട്ടികൾക്ക് 3 വയസ്സിലായുള്ളൂ. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്കിനി കുട്ടികളെപ്പറ്റി പ്ലാൻ ചെയ്യാനോ ചിന്തിക്കാനോ പോലും പറ്റത്തില്ല. അതാണ് എൻ്റെ ഒരു എൻ്റെ ആരോഗ്യസ്ഥിതികളൊക്കെ. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയൊന്നുമില്ല, ഇവർ രണ്ടുപേരും മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ഇപ്പം നിക്കുട്ടീനെ എൻ്റെ കിട്ടിയപ്പം സത്യം പറഞ്ഞാൽ നിക്കുട്ടിയെ നോക്കുമ്പോഴത്തേനും അവളെ കൊണ്ട് നടക്കുമ്പോൾ എടുക്കുമ്പോഴൊക്കെ എനിക്ക് ഒരുപാട് കാര്യങ്ങൾ മിസ്സായി പോയിട്ടുണ്ട്. ഹൈറൈഡായുടെയും കാര്യത്തിൽ എനിക്ക് അവരെ എടുക്കാനോ എന്താ പറയുക ഒന്ന് കെട്ടിപ്പിടിച്ചെടുക്കാൻ പോലും എനിക്ക് പറ്റിയിട്ടില്ല. ഒരു കുഞ്ഞു ആവായിരുന്ന സമയത്ത് ഏറ്റവും കൂടുതലും എന്താ പറയുക അമ്മയുടെ ചൂട് പറ്റി കിടക്കേണ്ട ആ ഒരു സമയത്തൊന്നും എന്നെ ചേർന്ന് നടക്കാൻ എൻ്റെ കുഞ്ഞുങ്ങൾക്ക് പറ്റിയിട്ടില്ല. കാരണം നടു ഫുള്ള് ഫ്രാക്ചറായി കിടന്ന് എനിക്ക് ഒന്ന് ശരിയാനോ കുഞ്ഞുങ്ങളെ നോക്കാനോ ഒന്നും പറ്റിയിട്ടില്ല. അതുകൊണ്ട് തന്നെ എന്താ പറയുക അവരെ കൂടി നടക്കാനോ കളിക്കാനോ ഒന്നും എനിക്ക് പറ്റിയിട്ടില്ല. ഒരു 3 മാസം കഴിഞ്ഞു 5-6 മാസമായപ്പോഴും കണ്ട ഞാൻ എൻ്റെ കുഞ്ഞുങ്ങളെ ആദ്യമായിട്ടൊന്ന് എടുക്കുന്നത് തന്നെ. കയ്യിൽ ഇടയ്ക്കൊന്ന് ഒന്ന് വെച്ച് തരും, പിന്നെ എടുത്തുകൊണ്ട് പോകും. എനിക്ക് തന്നെ നടക്കാൻ പറ്റാത്തതുകൊണ്ട് തന്നെ എനിക്ക് അവരെ എടുത്തുകൊണ്ട് നടക്കാൻ പറ്റത്തില്ല. പിന്നെ ഡോക്ടർ പറഞ്ഞു തീർത്തും കുട്ടികളെ എടുക്കാനേ പാടില്ല എന്ന് പറഞ്ഞു. പക്ഷേ ഞാൻ ഈ 6 മാസം കഴിഞ്ഞപ്പോൾ എനിക്ക് സ്വന്തമായിട്ട് തന്നെ ഒരു കോൺഫിഡൻസ് ഉണ്ടായി. ഞാൻ എടുക്കും, എൻ്റെ കുഞ്ഞുങ്ങളെ ഞാൻ അല്ലെങ്കിൽ പിന്നെ വേറെ ആരെടുക്കും എന്നൊരു ചിന്ത വന്ന് നേരത്തേക്ക് എനിക്കൊന്ന് നടു കുറച്ചൊക്കെ ഫ്രാക്ചറൊക്കെ ഉണങ്ങി തോന്നും. അപ്പോൾ അങ്ങനെ ഉണങ്ങി ഞാൻ അവർ രണ്ടുപേരെയും എടുക്കാനൊക്കെ തുടങ്ങിയത്. ഇപ്പോൾ 3 വയസ്സായി. ഇനി അങ്ങോട്ട് എടുക്കാൻ വെയിറ്റ് 3-4 വയസ്സൊക്കെ നമുക്ക് എടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാവും. അപ്പോൾ അതുകൊണ്ട് എടുത്താൽ ബുദ്ധിമുട്ടാവുന്നുണ്ട്. പക്ഷേ എന്നാലും അവർ പറയുമ്പോൾ ഇടയ്ക്ക് കുറച്ച് നേരത്തേക്കാണോ എടുക്കും. കാരണം അവരുടെ എന്താ പറയുക അവരോട് എങ്ങനെയാണ് എനിക്കെപ്പോഴും എനിക്ക് വയ്യ അല്ലെങ്കിൽ നടുവിന് പ്രശ്നം അങ്ങനെ പറയാൻ എനിക്കിഷ്ടമല്ല. അതുകൊണ്ട് തന്നെ ഞാൻ മാക്സിമം അവരെ എന്താ പറയുക വിഷമിപ്പിക്കാതെ എടുത്തോടൊക്കെ നടക്കും. അപ്പോൾ നിക്കുട്ടി കൈ കിട്ടിയപ്പോൾ ശരിക്കും പറഞ്ഞാൽ ആ സമയത്ത് എനിക്ക് അവരെ എടുക്കാനൊന്നും പറ്റാത്തതിൻ്റെ ഇത് ഭയങ്കര ഒരു സന്തോഷമാണ്. അവളെ കൊണ്ട് നടക്കുമ്പോൾ ഒക്കെ ചെയ്യുമ്പോൾ എൻ്റെ കുഞ്ഞുങ്ങളെ ഉറക്കിയതോ അവരുടെ ഒരു കാര്യങ്ങളും ആ സമയത്ത് എനിക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ല. അപ്പോൾ നിക്കുട്ടിക്ക് ഫുഡ് കൊടുക്കുമ്പോൾ നിക്കുട്ടീനെ എടുത്ത് നടക്കുമ്പോൾ ആ ഒരു എനിക്ക് നഷ്ടമായ കാര്യങ്ങളൊക്കെ എനിക്ക് ചെയ്യാൻ കഴിയുന്ന ഭയങ്കര സന്തോഷമാണ് സത്യം പറഞ്ഞാൽ.
അപ്പോൾ ഇവരെ നിക്കുട്ടിയെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ അവർക്ക് സാധാ കുട്ടികൾക്ക് എന്താ പറയുക കുശുമ്പോൾ, പക്ഷെ അവർക്ക് ഭയങ്കര സന്തോഷമാണ്. അവരുടെ കുഞ്ഞിനെ പോലെ തന്നെയാണ് എന്താണ് രണ്ടുപേർക്കും ഫീൽ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അവർക്കും ഒരു ഭയങ്കര സന്തോഷമാണ് കുഞ്ഞിനെ കാണുന്നത്, എടുക്കുന്നു ഇരിക്കുന്നതൊക്കെ. അവർക്ക് അങ്ങനെ ഒരു കുശുമ്പോ അങ്ങനെ ഫീൽ ചെയ്ത്. പിന്നെ ഇവർ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കുണ്ടാക്കും. എന്തെങ്കിലും കളിപ്പാട്ടം കിട്ടിക്കഴിഞ്ഞാൽ അത് സെയിം ഒരേപോലത്തെ ഉണ്ടെങ്കിലും അത് അവർക്ക് വേണമെന്ന് പറഞ്ഞ് വാശി പിടിക്കും. അതിനകത്ത് ഒരു കോംപ്രമൈസ് ചെയ്യില്ല. പക്ഷേ നിക്കുട്ടീനെ കാണുമ്പോൾ കൊഞ്ചിക്കുമ്പോൾ ഒന്നും അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാക്കാറില്ല അവർ. പിന്നെ അവർക്ക് ഭയങ്കര സ്നേഹമാണ്. അവരുടെ ഒരു കുഞ്ഞനിയത്തിക്കുട്ടിയെ പോലെയാണ്. അപ്പോൾ തന്നെ എനിക്കും എന്താ പറയുക, ഞാൻ കല്യാണത്തിന് മുന്നേ മൂത്ത ചേട്ടൻ്റെ കുഞ്ഞുങ്ങളെയൊക്കെ കളിപ്പിച്ചും കൊഞ്ചിച്ച് ഓടി നടക്കുകയൊക്കെ ഭയങ്കര എന്താ പറയുക, ഞാൻ നിലത്ത് വെക്കാതെ ഇങ്ങനെ കൊണ്ട് നടക്കുമായിരുന്നു. അപ്പോൾ പറയും എന്താ കുഞ്ഞിൻ്റെ വളർച്ചയൊക്കെ പതുക്കെയോ എപ്പോഴും എടുത്തൊന്നും നടക്കരുതെന്നൊക്കെ പറയും. പക്ഷെ ഞാൻ